ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അനേകം പ്രതീക്ഷകളുടെ പൂർത്തീകരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. ഒരുപക്ഷെ ഇത് വായിച്ചു കേൾക്കുമ്പോൾ അല്പം അതിശയോക്തി തോന്നാം. ഒരു മനുഷ്യൻ വിചിത്രമായ വസ്ത്രധാരണത്തോടുകൂടി ജോർദാൻ നദിക്കരയിൽ വന്നു നിന്ന് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി അവൻ്റെ അടുക്കൽ പോകുന്നു. എന്നാൽ നിരവധി കാര്യങ്ങൾ ഈ ചെറിയൊരു ഭാഗത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. പ്രധാനമായും ഇസ്രായേൽ ജനത പ്രവാചകന്മാർ വഴി അരുൾ ചെയ്തിരുന്ന രക്ഷാകര സമയത്തിന് കാത്തിരിക്കുകയായിരുന്നു. ആ രക്ഷയുടെ കാലയളവിൽ പുതിയ രാജ്യം, നീതിനിഷ്ഠനായ പുതിയ രാജാവ്, പുതിയ പുറപ്പാട്, പുതിയ ജെറുസലേം, പുതിയ ദേവാലയം എന്നിവ ഉണ്ടായിരിക്കുമെന്ന പ്രവചനങ്ങളും അവർക്കറിയാമായിരുന്നു. ഒപ്പം ഈ രക്ഷയുടെ കാലയളവിന് തൊട്ടുമുമ്പ് ഏലിയ വരുമെന്ന മലാക്കി പ്രവചനത്തിന്റെ പൂർത്തീകരണവും അവർ കാത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ വായനകളിലേക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ വായനയിൽ സത്യത്തിൽ നാം കാണുന്നത് പുതിയ രാജാവിനെയും രാജ്യത്തെയും പുതിയ സൃഷ്ടികളെ പറ്റിയുമാണ്. എന്നാൽ സുവിശേഷത്തിൽ പ്രധാന കഥാപാത്രം സ്നാപക യോഹന്നാനാണ്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഏറെ ശ്രദ്ധേയമാണ്. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, അരയിൽ തോൽവാറും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ഏലിയ പ്രവാചകന്റെ വസ്ത്രധാരണത്തെ പറ്റി പറയുന്നതും സമാനമാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തേക്ക് ഏലിയായെ അയക്കുമെന്ന മലാക്കി പ്രവചനത്തിന്റെ പൂർണ്ണതയാണ് യോഹന്നാനിൽ നാം കാണുന്നതെന്ന് വെളിപ്പെടുകയാണ് ഇവിടെ. മാത്രമല്ല, മരുഭൂമിയിൽ കർത്താവിന്റെ വഴി ഒരുക്കുവിനെന്ന് യെശയ്യാ പ്രവചനം പറയുന്നത് ഇദ്ദേഹത്തെ പറ്റിയാണെന്നും സുവിശേഷം സാക്ഷിക്കുന്നു. മരുഭൂമിയിൽ വഴി ഒരുക്കുക എന്നത് ഇസ്രായേലിന്റെ പഴയ പുറപ്പാടിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. വാഗ്ദാന ദേശത്തിലേക്കുള്ള ആ പുറപ്പാട് അവസാനിച്ചത് ജോർദാൻ നദിക്കരയിലാണെന്ന് നമുക്കറിയാം. ആ നദിക്കരയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. ഇത് കേട്ട മാത്രയിൽ ജെറൂസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എന്നാണ്. കാരണം അവർ കാത്തിരുന്ന പുതിയ പുറപ്പാടിന് സമയമായി. അതുകൊണ്ടാണ് എല്ലാവരും യോഹന്നാന്റെ അടുക്കിലേക്ക് വന്നത്. ഇസ്രായേൽ ജനതയുടെ ദൈവരാജ്യ പ്രതീക്ഷകൾ പൂവണിയുന്നതാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. ആഗമനറീത്തിലെ പ്രത്യാശയുടെ 2-ാം തിരി കത്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതും ഈ പ്രത്യാശയെ പറ്റിയാണ്. ദൈവരാജ്യം എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ കരുതുന്നത് അത് മരണാനന്തര ജീവിതം എന്നാണ്. എന്നാൽ ദൈവരാജ്യം എന്നത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. അത് ഇന്നിൽ ജീവിക്കുക എന്നതാണ്. കാരണം ക്രിസ്തുവിലുള്ള ജീവിതം വിശുദ്ധിയിലേക്കുള്ള ജീവിതമാണ്. വാസ്തവത്തിൽ ഈ നിമിഷത്തിന് മാത്രമേ നമ്മെ വിശുദ്ധരാക്കാൻ സാധിക്കൂ. ഭൂതകാലത്തിന് കഴിയില്ല, കാരണം അത് മരിച്ചു കഴിഞ്ഞു. ഭാവിക്കും കഴിയില്ല, കാരണം അതിതുവരെ ജനിച്ചിട്ടില്ല. എന്നാൽ വർത്തമാനകാലത്ത് മാത്രമേ നമുക്ക് ഭൂതകാലത്തെ ഓർമ്മിക്കാനോ ഭാവി മുൻകൂട്ടി കാണാനോ കഴിയൂ. ഭൂതകാലത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഓർക്കാൻ കഴിയും, മറക്കാൻ കഴിയും, അതുമല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ഭൂതകാലത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ പഴയ ഞാൻ ഇല്ല, മാത്രമല്ല ഭാവിയിലെ ഞാനും ഇല്ല, കാരണം അതിതുവരെ നിലവിൽ വന്നിട്ടില്ല. നമുക്ക് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ മാത്രമേ കഴിയൂ. അതിനെക്കുറിച്ച് വേവലാതിപ്പെടാം, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടെ നമുക്ക് ആസൂത്രണം ചെയ്യാം, അത് ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുകയും ചെയ്യാം. എന്നാൽ ഭാവിയിലെ ഞാൻ ഇല്ല. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് ഈ 2 അയഥാർത്ഥ കാലങ്ങളിലാണ്. ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതിനേക്കാൾ വളരെയധികം ചിന്തിക്കുകയും അങ്ങനെ ഭൂതകാലവും ഭാവിയും നമ്മെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ അനുവദിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി നമ്മുടെ ജീവിതം ഒന്നുകിൽ ദുഃഖത്താലോ അല്ലെങ്കിൽ ഉത്കണ്ഠയാലോ ജീവിച്ചു തീർക്കുന്നു. ഭൂതകാലത്തിൽ കിട്ടിയ മുറിവുകൾ വർത്തമാനകാലത്തിലും വഹിക്കുന്നു. ശാരീരികമായി അവ ഒഴിവാക്കാൻ പറ്റാത്തതാണ്, എന്നാൽ മാനസികമായി നമുക്കവ ഒഴിവാക്കാം. ഭൂതകാലത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരാനുള്ള താക്കോലാണ് ക്ഷമ. യേശു കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളന് വേണ്ടി ആ താക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർ ഭൂതകാലത്തിൽ ജീവിക്കുകയും കള്ളൻ ചെയ്ത പഴയ പ്രവൃത്തികളുടെ ഫലമാണ് അവൻ അനുഭവിക്കുന്നതെന്ന് സന്തോഷിച്ചപ്പോഴും ക്രിസ്തു ഇന്നിൽ ജീവിച്ചു. ആ നിമിഷത്തിൽ അനുതപിച്ച കള്ളന്റെ ഹൃദയത്തിലെ പറുദീസ അവൻ കണ്ടു. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്,
ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കള്ളൻ മരിക്കുമ്പോൾ പറുദീസയിൽ പ്രവേശിക്കാനുള്ള ഒരേയൊരു കാരണം അവൻ ഇതിനോടകം പശ്ചാത്തപിച്ച ഹൃദയത്തിൽ പറുദീസയിലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ കയറാനുള്ള പൂട്ടും താക്കോലുമാണ് ക്ഷമയും അനുതാപവും. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ മനസ്താപത്തിൻ്റെ താക്കോൽ ഇന്ന് ഈ നിമിഷം എടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഹൃദയം കൊണ്ട് ഈ നിമിഷം നമ്മളും ദൈവരാജ്യത്തിൽ എത്തുന്നു എന്നതാണ് സന്തോഷം തരുന്ന വസ്തുത. ഇനി രണ്ടാമതായി, അമിതമായ ആഗ്രഹത്തിൽ ജീവിക്കുന്നതിലൂടെ ഭാവിയെയും നമ്മെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, ബുദ്ധൻ പറഞ്ഞതുപോലെ ആഗ്രഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന്. എന്നാൽ അത് ഒരു ആത്മീയ ദയാവധമാണ്. അത് രോഗം ഭേദമാക്കാൻ രോഗിയെ കൊല്ലുന്നതിന് തുല്യമാണ്. ബുദ്ധന്റെ രോഗനിർണയം ശരിയാണ്. ആഗ്രഹവും സംതൃപ്തിയും തമ്മിലുള്ള വിടവാണ് കഷ്ടപ്പാടെന്ന് അദ്ദേഹം കണ്ടു. സംതൃപ്തിയെ ആഗ്രഹത്തിന്റെ തലത്തിലേക്ക് വർദ്ധിപ്പിക്കുക അസാധ്യമായതിനാൽ ആഗ്രഹം സംതൃപ്തിയുടെ തലത്തിലേക്ക് കുറയ്ക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആഗ്രഹം എടുത്തുമാറ്റി സംതൃപ്തി നേടിയാലും ആ സംതൃപ്തി ഭാവിയിലും വേണമെന്ന ആഗ്രഹത്താൽ വീണ്ടും നമ്മൾ ഭാവിയിലും ആഗ്രഹത്തിലും ഭയത്തിലും തന്നെ ജീവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആഗ്രഹങ്ങളെ എടുത്തു കളയാനല്ല. ക്രിസ്തു ബുദ്ധന്റെ രോഗനിർണയത്തോട് യോജിക്കുന്നു. അതായത് സ്വാർത്ഥ താല്പര്യങ്ങൾ, അഹംഭാവം, അത്യാഗ്രഹം, എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നിവയാണ് കഷ്ടപ്പാടുകളുടെ കാരണമെന്ന്. എന്നാൽ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് പകരം ക്രിസ്തു നിർദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതാണ്. മാനസാന്തരപ്പെടുവിനെന്ന് യോഹന്നാൻ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മെത്തനോയ എന്നാണ്. പൂർണ്ണമായ പരിവർത്തനം. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക്, എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് മാറുക. കൂടുതൽ തീക്ഷ്ണമായി ആഗ്രഹിക്കുക, എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന്. സർവജ്ഞനും സർവശക്തനുമായ അവിടുത്തെ ഹിതമാണല്ലോ കൂടുതൽ പൂർണ്ണമായത്. അപ്പോൾ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന ഉറപ്പിൽ നമുക്കും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പ്രത്യാശയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. പ്രത്യാശ എന്നാൽ ഒരു ആഗ്രഹമല്ല, അത് ആഗ്രഹത്തിൻ്റെ വിപരീതമാണ്. കാരണം പ്രത്യാശയുടെ വിഷയം ഭാവിയിലെ ഒന്നല്ല, വർത്തമാനകാലത്തിലുള്ള ഒന്നാണ്. ഭാവിയിൽ ദൈവം നമുക്ക് നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നല്ല കാര്യങ്ങളല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി ഇന്ന് നൽകുന്ന നല്ല ദൈവമാണ് എന്നതാണ് വിഷയം. പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നത് കേൾക്കുക. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. അതേ പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ നിമിഷം ഇതാണ്, ഇപ്പോഴാണ്. വിശുദ്ധി നേടേണ്ട നിമിഷം ഇപ്പോഴാണ്. നാളെ എപ്പോഴും ഒരു ദിവസം അകലെയാണ്. വിശുദ്ധനാകണമെങ്കിൽ ഇന്ന്, ഇപ്പോൾ വിശുദ്ധനാകുക. കാരണം വർത്തമാനകാലത്ത് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും വാതിലുകൾ തുറക്കാൻ വർത്തമാനകാലത്ത് മാത്രമേ കഴിയൂ. നല്ല കള്ളൻ ചെയ്തതുപോലെ വർത്തമാനകാലത്ത് മാത്രമേ നമ്മുടെ ഭാവി മാറ്റാൻ കഴിയൂ, നമ്മുടെ ഭൂതകാലത്തിൻ്റെ അർത്ഥം പോലും മാറ്റാൻ കഴിയൂ. അതിനാൽ വർത്തമാനകാലത്ത് മാത്രമേ നമുക്ക് വിശുദ്ധനാകാൻ കഴിയൂ, ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയൂ. അതിനാൽ അനുതാപത്തോടെയും പ്രത്യാശയോടെയും നമുക്ക് ഓരോ ദിനങ്ങളും വിശുദ്ധിയിൽ ജീവിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.